ഹലോ കൂട്ടുകാരെ, ഗണനിയമങ്ങൾ പഠിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ലാ അല്ലെങ്കിൽ അടയാള നിയമത്തെ പറ്റിയാണ്. പേര് പറയുന്നത് പോലെ തന്നെ എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ മറ്റൊരു സെറ്റുമായി യൂണിയൻ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ തന്നെ ഉത്തരമായി കിട്ടുന്ന നിയമമാണ് ഐഡൻറ്റിറ്റി ലാ അഥവാ അടയാള നിയമം എന്ന് പറയുന്നത്. ഇത് രണ്ട് നിയമമുണ്ട്. ഒന്ന് യൂണിയൻ എന്ന ഓപ്പറേഷനിൽ പറയുന്നതും രണ്ട് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ പറയുന്നതും. ആദ്യം നമുക്ക് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ, അതാണ് ഒന്നാമത്തെ പോയിന്റിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ യൂണിയൻ എടുക്കുകയാണ് എന്തുമായിട്ട്? ഫൈ അഥവാ നൾ സെറ്റ്. അപ്പോൾ എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റുമായി യൂണിയൻ എടുത്താൽ അതിൽ എ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് യൂണിയൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കാം. യൂണിയൻ എന്നുള്ള ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എയിലെയോ ബിയിലെയോ അംഗങ്ങളുടെ കളക്ഷൻ. അപ്പോൾ ഇവിടെ ബിക്ക് പകരം നമുക്ക് വന്നിരിക്കുന്നത് നൾ സെറ്റാണ്. അതായത് ആ സെറ്റിൽ ആ ഗണത്തിൽ ഒരു അംഗങ്ങളും ഉണ്ടായിരിക്കില്ല. ആ ഗണത്തിൽ ഒരു അംഗങ്ങളും ഉണ്ടാവാത്ത സ്ഥിതിക്ക് എയിലെയോ നൾ സെറ്റിലെയോ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എയിലെ മാത്രം അംഗങ്ങൾ എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പമായിട്ടുള്ളതും കൺസെപ്ഷ്യലി നമ്മളെ ഒന്ന് ബ്രെയിൻ പ്രൊവോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ ഐഡൻറ്റിറ്റി ലായിലെ ഒന്നാമത്തെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ അടയാള നിയമം നമുക്ക് പരിചയപ്പെടാം. എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റാണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ അംഗങ്ങളുടെയും കളക്ഷൻ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് അവിടെ ഏതൊരു സെറ്റ് ഉണ്ടാക്കിയാലും അത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമായിരിക്കും. ഇത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിൽ മനസ്സിലാക്കിയതുമാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ യു, എയിലെ അംഗവുമായിരിക്കണം യൂണിവേഴ്സൽ സെറ്റിലെ അംഗവുമായിരിക്കണം. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലെ അംഗവുമായിരിക്കണം എയിലെ അംഗവുമായിരിക്കണം എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഏതൊരു അംഗം എടുത്താലും അത് യൂണിവേഴ്സൽ സെറ്റ് ബൈ ഡെഫിനിഷൻ യൂണിവേഴ്സൽ സെറ്റിലെ ഒരു അംഗമായിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ അംഗം എടുത്താൽ എ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഏത് അംഗം എടുത്താലും അതും യൂണിവേഴ്സൽ സെറ്റിൽ വരും. അത് സ്വാഭാവികമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്നത് എ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റുമായിരിക്കും. അപ്പോൾ എയിൽ വരാത്ത ഒരു അംഗം ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഒരിക്കലുമില്ല. കാരണം എ ഇൻ്റർസെക്ഷൻ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ എക്ക് പുറത്തുള്ള അംഗങ്ങൾ എടുക്കുകയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ എയിലില്ലാത്ത കുറേ അംഗങ്ങൾ, അപ്പോൾ അത് എല്ലാം നള്ളിഫൈ ചെയ്ത് പോവും. അപ്പോൾ എയിലുള്ള അംഗങ്ങൾ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. ഫലത്തിൽ നമുക്ക് ഉത്തരം എ എന്ന് തന്നെ കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് അടയാള നിയമം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ലാ എന്ന് പറയുന്നത്. ഒരു യൂണിയൻ ഓപ്പറേഷൻ ഒരു സെറ്റുമായി ചെയ്യുമ്പോൾ ഏത് സെറ്റ് എടുത്താൽ നമുക്ക് ആ സെറ്റ് തന്നെ കിട്ടും. അത് നൾ സെറ്റുമായി യൂണിയൻ ചെയ്താൽ മാത്രമേ ഒരു ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു ചോദ്യത്തിൽ കൊടുക്കുന്ന ഒരു സെറ്റിൻ്റെ ഉത്തരം ആ സെറ്റ് തന്നെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു സെറ്റുമായിട്ടാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ ചെയ്താൽ ആ സെറ്റിനെ കിട്ടുന്നത്, അത് യൂണിവേഴ്സൽ സെറ്റുമായി ഇൻ്റർസെക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതേ ഉത്തരം കിട്ടുകയുള്ളൂ. അങ്ങനെ വളരെ ലളിതമായ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ലോയിൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഗോയ്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കൊച്ചു ചാനലിന് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും വളരെ അത്യാവശ്യമാണ്. താങ്ക് യു.